നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പാക്കിയെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാന സർക്കാർ കിഫ്ബി മുഖേന നിർമ്മിക്കുന്ന മൂന്നാർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇടത് സർക്കാർ ജില്ലയിൽ വനവിസ്തൃതി വർദ്ധിപ്പിച്ചത് മൂലം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതായി DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. ട്രഷറി സംവിധാനം ആധുനികവൽക്കരണത്തിന്റെ പാതയിലെന്ന് മന്ത്രി KN ബാലഗോപാൽ. വയനാവിൽ ഇടുക്കി ജില്ലാ ട്രഷറി പ്രവർത്തനോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡോക്ടർമാരുടെ എണ്ണക്കുറവ് പരിഹരിക്കാതെ ഡ്യൂട്ടി സമയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിനെതിരെ ഇടുക്കിയിലെ എല്ലാ ജില്ലാ താലൂക്ക് ആശുപത്രികളിലും പ്രതിഷേധ യോഗം നടത്തി. തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിൽ നടന്ന യോഗം KGMOA മിഡ്സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അൻസൽ നബി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ കോഴിയെയും പിടിച്ച് തൊടുപുഴയിൽ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. വാർത്തകൾ വിശദമായി. ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പാക്കിയെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാന സർക്കാർ കിഫ്ബി മുഖേന നിർമ്മിക്കുന്ന മൂന്നാർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ദേവികുളം RDO ഓഫീസ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച യോഗത്തിൽ A. രാജ MLA അധ്യക്ഷത വഹിച്ചു. സർക്കാർ ആരോഗ്യ മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയതെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. സംസ്ഥാന സർക്കാർ കിഫ്ബി മുഖേന 63.81 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മൂന്നാർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ 8.94 കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച കാത്ത് ലാബിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി ജില്ലയുടെ ആരോഗ്യ മേഖലയിൽ സമൂലമായ വികസനം കൊണ്ടുവരുന്നത് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. കാർഡിയോളജി ട്രീറ്റ്മെന്റ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കാത്ത് ലാബ് സ്ഥാപിക്കാൻ കഴിഞ്ഞു. മൂന്നാറിന് തൊട്ടടുത്ത അടിമാലി ആശുപത്രിയിലാണ് കാത്ത് ലാബ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഉടനെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നത്. ഈ സന്തോഷത്തിന്റെ വേളയിൽ എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ദേവികുളം RDO ഓഫീസ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച യോഗത്തിൽ A. രാജ MLA അധ്യക്ഷത വഹിച്ചു. 125 വർഷமும் கைவசம் வச்சிருக்கிறது ஆரோக்கிய விபாகம். ஆனால் அவர்கள் பேர்ல இந்த இடம் விட்டு கொடுக்கப்படவில்லை. பேர்ல விட்டு கொடுக்கப்படாதனால மீண்டும் ரெவென்யூ வகுப்பினிடம் இந்த இடத்தை ஆஸ்பத்திரியினுடைய பேரில் விட்டு கொடுக்க வேண்டும் என்று கேட்டு அதனுடைய அடிப்படையில் லீஸ் விவசாயில இன்னைக்கு பணம் அனுமதித்து இடம் ஏற்றெடுத்து அரசாங்கம் உத்தரவு இறக்குறாங்க. உத்தரவு இறக்கினதுக்கு பிறகுதான் 11வது மாதம் இங்கே ഹൈറ്റ്സ് സെന്റർ சொல்லக்கூடிய ഏജൻസിയെ നിയമിക്കുകയാണ്. ദേവികുളം സബ് കളക്ടർ VM ആര്യ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ സുരേഷ് വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. രാജേശ്വരി, ദേവികുളം പഞ്ചായത്ത് പ്രസിഡന്റ് K. ശരണ്യ, ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ സാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ R. ഈശൻ, C. നെൽസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന മുത്തുകുമാർ, ദേവികുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശരത് ചന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടത് സർക്കാർ ജില്ലയിൽ വനവിസ്തൃതി വർദ്ധിപ്പിച്ചത് മൂലം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതായി DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. RDOയുടെ വിലക്കും ഹൈക്കോടതിയിലെ കേസും നിലനിൽക്കുമ്പോൾ കൈവശ ഭൂമിയിൽ അവകാശം സ്ഥാപിക്കാൻ ഹീന നീക്കങ്ങളെല്ലാം നടത്തിയ വനം വകുപ്പ് ജില്ലയിൽ പുതിയതായി വിജ്ഞാപനം ചെയ്ത റിസർവ് വനങ്ങളിലെല്ലാം സമാനമായ നീക്കം നടത്തുമെന്ന് ഉറപ്പാണ്. റവന്യൂ ഭൂമി വനമാക്കി മാറ്റി ജില്ലയിൽ വനം വകുപ്പിന് അഴിഞ്ഞാടാൻ അവസരമൊരുക്കിയത് ഇടത് സർക്കാരാണ്. ഇതിന് ജില്ലയിലെ ഇടതു നേതാക്കൾ മറുപടി പറയണമെന്നും ബിജോ മാണി പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ 54,000 ഏക്കർ ഭൂമി പുതിയതായി സംരക്ഷിത വനമാക്കി മാറ്റിയെന്നാണ് വനം മന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയത്. നിർദ്ദിഷ്ട സത്രം എയർ സ്ട്രിപ്പിന്റെ ഭൂമി റിസർവ് വനമായി വിജ്ഞാപനം ചെയ്തതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു. ഇതിന് സമാനമായ സംഭവമാണ് 2006-ൽ VS സർക്കാർ വിജ്ഞാപനം ചെയ്ത വാഗമൺ റിസർവിന്റെ പേരിലും ഉണ്ടാകുന്നത്. ഈ റിസർവ് വനത്തിൽ ഉൾപ്പെട്ടതിന്റെ പേരിൽ മൂലമറ്റം പതിപ്പള്ളി ഉളുപ്പൂണി റോഡിന്റെ നിർമ്മാണം വർഷങ്ങളായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. 2014-2015 ഈ റോഡിന് 9.38 കോടി രൂപ ബജറ്റിൽ അനുവദിക്കുന്നത്. കൂടാതെ ഈ മേഖലയിലെ പട്ടയ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. 10 വർഷമായി 10-15 വർഷക്കാലമായിട്ട്
9.5 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ച റോഡ് VS അച്യുതാനന്ദന്റെ കാലത്ത് നോട്ടിഫൈ ചെയ്ത വാഗമൺ റിസർവിന്റെ പേരിൽ നിർമ്മാണം തുടങ്ങിയ സ്ഥിതിയിൽ ചെയ്യുന്നു. നിരവധി ആദിവാസി കുടുംബങ്ങൾ ആ ഏരിയയിൽ അധിവസിക്കുന്നുണ്ട്. അതൊരു പ്രശ്നം. ഇനി അടുത്തതായി സ്വന്തം കൃഷിഭൂമിയിൽ കൃഷി ചെയ്തതിൻ്റെ പേരിൽ വനം വകുപ്പ് സ്ഥലമുടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ 2025 ജൂൺ മാസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഒരു ഉത്തരവിന്റെ ഭാഗമാണ് എൻ്റെ കൈവശമുള്ളത്. ഇതിനകത്ത് ജാൻസമ്മ എന്ന് പറയുന്ന ഒരാൾ ഹൈക്കോടതി നൽകിയ കേസാണ് 2022. ഇതിനകത്ത് പറയുന്നൊരു കാര്യം, ഇവരുടെ കൈവശം 1960 10/9/1966 മുതൽ ഇവരുടെ കൈവശം 3.27 ഏക്കർ ഭൂമി വാഗമണ്ണിന്റെ കൈവശമുണ്ട് എന്ന് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഭൂമിയിൽ ഇവര് വീട് പുതുക്കി പണിതു. പഞ്ചായത്തില് ബിൽഡിംഗ് ടാക്സ് അടച്ച് പൊസഷൻ സർട്ടിഫിക്കറ്റ് കൈവശമുള്ള സ്ഥലമാണ്. ഇവരുടെ സ്ഥലത്തോട് ചേർന്ന് വനം വകുപ്പ് ജണ്ട സ്ഥാപിക്കാൻ വേണ്ടി. അപ്പൊ ആ ജണ്ട സ്ഥാപിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവർ RDOയ്ക്ക് പരാതി കൊടുത്തു. ഇവരുടെ സ്ഥലത്ത് ജണ്ട സ്ഥാപിക്കുന്നതിന് RDOയ്ക്ക് പരാതി കൊടുത്തു. അപ്പൊ RDO ഈ ജണ്ട സ്ഥാപിക്കുന്നത് നിർത്തിവെക്കാനായിട്ട് വനം വകുപ്പ് നിർദ്ദേശം നൽകി. അപ്പൊ അങ്ങനെ ജണ്ട പണിയുന്ന പണി വനം വകുപ്പ് നിർത്തി. അതിനുശേഷം ഇവരുടെ പറമ്പിൽ കൃഷി ചെയ്തു. ആ കൃഷി ചെയ്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് ഈ കൃഷി തടസ്സപ്പെട്ടു. അതിനെതിരെ ഇവര് ഹൈക്കോടതി കേസിന് പോയി. അപ്പൊ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ വീണ്ടും റേഞ്ച് ഓഫീസർ ഇവർക്കെതിരെ വനഭൂമിയിൽ അതിക്രമിച്ച് കയറിയതുപോലെ കേസ് കൊടുത്തു. FIR രജിസ്റ്റർ ചെയ്തു. അതിനെതിരെ വീണ്ടും ഇവർ ഹൈക്കോടതി ഹർജി നൽകി. അപ്പൊ ആ ഹർജി ഹൈക്കോടതി തള്ളിക്കൊണ്ട് FIR റദ്ദ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതി ഉത്തരവിട്ടു. ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ RDOയുടെ വിലക്കും ഹൈക്കോടതിയിലെ കേസും നിലനിൽക്കുമ്പോൾ കൈവശ ഭൂമിയിൽ അവകാശം സ്ഥാപിക്കാൻ ഈ ഹീന നീക്കങ്ങളെല്ലാം നടത്തിയ വനവകുപ്പ് ജില്ലയിൽ പുതിയതായി വിജ്ഞാപനം ചെയ്ത റിസർവ് വനങ്ങളിലെല്ലാം സമാനമായ നീക്കം നടത്തുമെന്ന് ഉറപ്പാണ്. റവന്യൂ ഭൂമി വനമാക്കി മാറ്റി ജില്ലയിൽ വനംവകുപ്പിന് അഴിഞ്ഞാടാൻ അവസരമൊരുക്കിയത് ഇടത് സർക്കാരാണ്. ഇതിന് ജില്ലയിലെ ഇടത് നേതാക്കൾ മറുപടി പറയണമെന്നും തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബിജോ മാണി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ട്രഷറി സംവിധാനം ആധുനികവൽക്കരണത്തിന്റെ പാതയിലെന്ന് മന്ത്രി KN ബാലഗോപാൽ. വയനാവിൽ ഇടുക്കി ജില്ലാ ട്രഷറി പ്രവർത്തനോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്ത് ട്രഷറി സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നും ട്രഷറികൾ ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പൈനാവിൽ ഇടുക്കി ജില്ലാ ട്രഷറി പ്രവർത്തനോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി എല്ലാ ജില്ലയിലും നിരവധി ട്രഷറികൾ പ്രവർത്തനം ആരംഭിച്ചു. ചില ട്രഷറികൾ നിർമ്മാണ ഘട്ടത്തിലാണ്. ട്രഷറിയിലെ ഇടപാടുകാർക്ക് ഓൺലൈൻ സൗകര്യം, അക്കൗണ്ടിൽ പണം പിൻവലിച്ചാലോ നിക്ഷേപിച്ചാലോ ഉടൻ തന്നെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് വരുന്ന തരത്തിലുള്ള സംവിധാനം, ഡിജിറ്റൽ സുരക്ഷയിൽ കൂടുതൽ കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. നേരത്തെ ഉണ്ടായിരുന്ന ട്രഷറി ജില്ലാ ട്രഷറിയെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ജില്ലാ തലസ്ഥാനത്ത് പുറത്തായി. ആ ജില്ലാ തലസ്ഥാനത്ത് പുറത്തുള്ള ട്രഷറി ജില്ലയിലെ ആകെ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിക്കാനും ക്രോഡീകരിക്കാനും ഒരു സ്ഥാപനം ചെയ്യും. ജില്ലാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ജില്ലാ ട്രഷറിയുടെ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ട്രഷറി ഇടുക്കി പോലെ ഒരു പ്രദേശത്ത് അതിൻ്റെ ജില്ലാ കേന്ദ്രത്തിലേക്ക് ഈ പ്രവർത്തനം കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്നു എന്നുള്ളത് കൂടുതൽ മാറ്റങ്ങളും പുരോഗതി ഉണ്ടാക്കാൻ സഹായിക്കും. ഇടുക്കിയിൽ ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഇടുക്കിയിൽ നിന്ന് തേനിയിലേക്ക്, കട്ടപ്പനയിൽ നിന്ന് തേനിയിലേക്ക് 8 കിലോമീറ്റർ തുരങ്കപ്പാത നടത്തി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സാധ്യതയെ സംബന്ധിച്ചൊരു പഠനം നടത്താനിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. 30-35 കിലോമീറ്റർ റോഡിൽ കൂടി യാത്ര ചെയ്യുന്ന ദൂരം കേവലം 8 കിലോമീറ്റർ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു തുരങ്കപ്പാതയെ സംബന്ധിച്ചുള്ള പഠനത്തിനായിട്ട് ആവശ്യമായ പണം ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ മാറ്റിവെച്ചു. യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആസ്ഥാനത്ത് ട്രഷറിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ജില്ലാ ട്രഷറി പ്രവർത്തിക്കുന്നത് ജില്ലാ കളക്ടറേറ്റുമായി അനുബന്ധമായി
ആസ്ഥാനത്തിന് ഉണ്ടാകേണ്ടതിൻ്റെ ഒരു ആവശ്യകത നമ്മുടെ ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങൾ കൂടി മുകളിലേക്കെടുക്കുമ്പോൾ വളരെ അത്യാവശ്യമാണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അതിനുള്ള സൗകര്യങ്ങൾ നമുക്കില്ലായിരുന്നു. ആ നിലയിലാണ് മൂലമറ്റത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത്. എന്നാൽ മൂലമറ്റത്ത് നിന്ന് ജില്ലാ ട്രസ്റ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ വിങ് ഇവിടെ പോരുന്നെങ്കിലും സബ് ട്രസ്റ്റി അവിടെ തുടരും. അവിടെ കിട്ടിയ സേവനങ്ങളെല്ലാം തുടരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ കൂടുതലും ഈ ട്രസ്റ്റി ഓഫീസുകളെ സമീപിക്കുന്ന പെൻഷനേഴ്സിന് കുറേ കൂടി സൗകര്യപ്രദമായ നിലയിൽ ട്രസ്റ്റിയുമായി ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് ഇതിന് സഹായകമായി മാറും. സ്വന്തമായ ഒരു കെട്ടിടം ഉണ്ടാകണം. ഇതാണ് നമ്മുടെ ഒരു ആവശ്യം. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ വിജി കണ്ണൻ, അമ്മിണി ജോസ്, രാജു കല്ലറക്കൽ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഷിജോ തടത്തിൽ, സാജൻ കുന്നേൽ, സിനോജ് വള്ളാടി, സുശീല എൻ, ട്രഷറി വകുപ്പ് ഡയറക്ടർ വി സാജൻ, ജില്ലാ ട്രഷറി ഓഫീസർ ബിബി മേരി മാത്യു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഡോക്ടർമാരുടെ എണ്ണക്കുറവ് പരിഹരിക്കാതെ ഡ്യൂട്ടി സമയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിനെതിരെ ഇടുക്കിയിലെ എല്ലാ ജില്ലാ താലൂക്ക് ആശുപത്രികളിലും പ്രതിഷേധ യോഗം നടത്തി. തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിൽ നടന്ന യോഗം KGMOA മിഡ്സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അൻസൽ നബി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ CJ പ്രീതി അധ്യക്ഷത വഹിച്ചു. ജനങ്ങൾക്ക് നിലവാരമുള്ള ചികിത്സ കൊടുക്കാൻ ആശുപത്രികളുടെ ഡോക്ടർമാരുടെ എണ്ണം കൂട്ടാൻ സംഘടന ആവശ്യപ്പെടുമ്പോൾ വേണ്ട കൂടിയാലോചനയില്ലാതെ അശാസ്ത്രീയമായി സമയം കൂട്ടാൻ ഓർഡർ ഇറക്കുകയാണ് സർക്കാർ ചെയ്തത്. അത്യാഹിത വിഭാഗത്തിൽ നിലവിൽ ഇടുക്കിയിലെ എല്ലാ ആശുപത്രികളിലും ഡോക്ടർമാരുടെ എണ്ണം കുറവാണ്. ആവശ്യത്തിന് ഡോക്ടർമാരില്ല. 6 മുതൽ 8 വേക്കൻസി വരെ ഇപ്പോഴും ഈ ആശുപത്രിയിലുണ്ട്. നിലവിൽ ഒഴിവ് നമുക്ക് ഇപ്പോഴും ട്രാൻസ്ഫർ ആയി പോയവർക്ക് പകരം ആളുകൾ വരാതെ 8ഓളം വേക്കൻസികൾ ഈ ആശുപത്രിയിൽ തന്നെയുണ്ട്. കാഷ്വാലിറ്റിയിലും പറഞ്ഞു. ഇപ്പം 3 ഡോക്ടർമാരെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള സർവീസ് നിങ്ങൾക്ക് തരാനായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ 4 തസ്തികയാണ് ആകെ ഉള്ളത്. അതിൽ ഒരെണ്ണം ഒഴിഞ്ഞും കിടക്കുന്നു. ആ ജോലിയും സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ ചെയ്യണം എന്നാണ് നിലവിലെ ഓർഡറിലുള്ളത്. ജനങ്ങൾക്ക് അവരുടെ സേവനം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുകയാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. ഗൈനക്കോളജി ഉൾപ്പെടെയുള്ള സ്പെഷ്യാലിറ്റി തസ്തികകൾ കൂട്ടാതെയും ഉള്ള ഒഴിവുകൾ നികത്താതെയും ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന പരിപാടിയാണ് പുതിയ ഓർഡറിലുള്ളത്. ഉള്ളവരെ കൊണ്ട് കൂടുതൽ പണി ചെയ്യിപ്പിച്ച് മനുഷ്യാവകാശ ലംഘനം നടത്തുന്നതോടൊപ്പം ജനങ്ങൾക്ക് ശരിയായ ചികിത്സ ലഭിക്കുന്നില്ല. മതിയായ ചർച്ചകളില്ലാതെ സൂപ്രണ്ടിന്റെ സമയം 10 മുതൽ 5 വരെ എന്നതിൽ നിന്നും 8 മുതൽ 3 മണി വരെ ആക്കിയതിലൂടെ ജനങ്ങൾക്ക് ഓഫീസ് പ്രവർത്തന സമയം സൂപ്രണ്ടിനെ കാണാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. ഓരോ ഡോക്ടറെ കാണാൻ നിൽക്കേണ്ടി വരിക. ഈ കാഷ്വാലിറ്റി തന്നെ ജില്ലാശുപത്രിയായിട്ട് ഉയർത്തിയിട്ട് കേവലം 4 പണ്ട് താലൂക്ക് ആശുപത്രി ആക്കി ഉണ്ടായിരുന്നപ്പോൾ ഇതിന് 4 കാഷ്വാലിറ്റി ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത്. അത് ആ താലൂക്ക് ആശുപത്രിക്ക് തന്നെ മതിയാവാത്ത കാഷ്വാലിറ്റി ഡോക്ടർമാരുടെ എണ്ണമാണ്. അത് നമ്മൾ പലപ്പോഴായിട്ട് ഉയർത്തണമെന്ന് ഒരു ജില്ലാശുപത്രിയായിട്ട് ഉയർത്തിയപ്പോൾ അതിനാവശ്യമുള്ള കാഷ്വാലിറ്റി ഡോക്ടർമാർ വേണ്ടി വരും എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇതുവരെ ഇവിടെ മാറ്റി തന്നിട്ടില്ല. അതിന് പകരം കാഷ്വാലിറ്റി സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ എടുക്കണം. കാര്യം നമ്മളിവിടെ ഒരു സമയത്ത് 2 കാഷ്വാലിറ്റി ഡോക്ടർമാർ വേണം, ഒരു 8 ഡോക്ടർമാരെങ്കിലും ജില്ലാശുപത്രി വേണമെന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടായ സമയത്ത് കാഷ്വാലിറ്റി സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ എടുക്കണം എന്ന രീതിയിലുള്ള ഒരു വിവരണവും ഒരു അധികാര സ്വരത്തിലുള്ള ഒരു സംസാരമാണ് പുതിയ ഓർഡറിൽ വന്നിട്ടുള്ളത്. ഒരു ഡോക്ടർ എത്ര സമയം ഒരു രോഗിക്ക് കൊടുക്കണമെന്ന് ഇപ്പോഴും സർക്കാർ ഓർഡറിൽ പറയാതെ ഡോക്ടർമാരെയും ജനങ്ങളെയും ഒരുപോലെ വഞ്ചിക്കുകയാണെന്ന് KGMOA പറഞ്ഞു. ഡോക്ടർമാരുടെ അവകാശങ്ങൾ നോക്കാതെ മനുഷ്യാവകാശ ലംഘനം നടത്തിയ ഇത്തരം ഓർഡറുകൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാനേ സാധിക്കുകയുള്ളെന്ന് പ്രതിഷേധ യോഗം വിലയിരുത്തി. അതിനാൽ തന്നെയും ഈ ഓർഡർ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് KGMOA അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ കോഴിയെയും പിടിച്ച് തൊടുപുഴയിൽ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. മന്ത്രിസ്ഥാനത്ത് നിന്നും ഗണേഷ് കുമാർ രാജിവെക്കണമെന്നെഴുതിയ ബാനറും മുദ്രാവാക്യവും ഉയർത്തിയായിരുന്നു പ്രതിഷേധം. വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ അവിടെ മന്ത്രിയായി തുടരുകയാണ്. സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിച്ച തനിക്ക് 500ഓളം കാമുകിമാരുണ്ടെന്നും താനൊരു പ്രേമ രോഗിയാണെന്നും പൊതുസമൂഹത്തിൽ വിളിച്ചു പറഞ്ഞ ഗണേഷ് കുമാർ രാജിവെച്ച്, ചുരുങ്ങിയ കാലമാണ് ഈ മന്ത്രിസഭ ഉള്ളതെങ്കിലും ഗണേഷ് കുമാർ രാജിവെച്ച്
സമൂഹത്തിലുള്ള ഏത് സ്ത്രീകൾക്ക് കൊടുക്കുമെന്നാണ് അയാൾ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വർഷങ്ങളായി പല പരാതികൾ ഉയർന്നിട്ടുള്ള കെ ബി ഗണേഷ് കുമാറിനെ പോലെ ഒരുത്തൻ മന്ത്രിയായിരിക്കുന്ന കേരളം എന്ന് പറയുന്നത് സ്ത്രീ സമൂഹത്തിന് എന്ത് സുരക്ഷയാണ് നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അയാൾ പ്രതിദാനം ചെയ്യുന്ന ഈ KSRTC വകുപ്പിൽ ഈ KSRTCയിൽ ആയിരക്കണക്കിന് യുവതികൾ ഒരു ദിവസം യാത്ര ചെയ്യുന്നുണ്ട്. അവർക്ക് എന്ത് സുരക്ഷയാണ് സർക്കാർ ഉറപ്പു നൽകുന്നതെന്ന് ഈ സർക്കാർ ഇവിടെ പറയേണ്ടത് ബാധ്യത മുഖ്യമന്ത്രിയോടെയാണ്. ഡേറ്റ ചോർച്ച കേസിൽ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തികളുടെ വിവരങ്ങൾ ചോർത്തുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും അതിനെ കോടതി തടയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സർക്കാർ ജീവനക്കാരുടെ വ്യക്തിവിവരങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിച്ചു എന്ന് ആരോപിച്ച് 2 സർക്കാർ ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പേരിൽ സന്ദേശം അയച്ചതിൽ തെറ്റില്ലെന്നും വ്യക്തിവിവരങ്ങൾ ചോർന്നെന്ന വാദത്തിന് തെളിവില്ലെന്നുമാണ് കോടതി പറഞ്ഞത്. ഏതായാലും ഞങ്ങൾ അതിന് മേൽക്കോടതിയിൽ അപ്പീലായി പോകും. ഡിവിഷൻ ബെഞ്ചിലേക്ക് ഞങ്ങൾ അപ്പീലുമായിട്ട് പോകും. അത് സുപ്രീം കോടതിയുടെ നിരവധി വിധികളുണ്ട്. ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ്. അതിന് കോടതി തടയണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. താൽക്കാലികമായി തടഞ്ഞു. ഇപ്പൊ വിശദമായ വാദം കേട്ടിട്ട് പറയുന്ന ഒരു കുഴപ്പമില്ല, നല്ല ഭരണമാണെന്നാണ്. നല്ല ഭരണമാണെന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് കോടതിയല്ലോ തീരുമാനിക്കും. ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളുടെ കോടതി തീരുമാനിക്കാതിരിക്കുകയാണ് നല്ല ഭരണമാണ് അന്വേഷണം. അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമല്ല, അത് ജനങ്ങൾ തീരുമാനിക്കും. ഇവിടെ ഞങ്ങൾ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിൽ, ഇത് സിംഗിൾ ബെഞ്ചിന്റെ വിധിയാണ്. അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ കൊടുക്കുന്ന കാര്യം ഞങ്ങൾ NDA തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PJ ജോസഫ് MLA ഓഫീസ് പടിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തൊടുപുഴയിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് സമരവും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ വികസനത്തിനും വിശ്വാസത്തിനും വില കൊടുക്കാതെ അവരെ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന PJ ജോസഫ് MLAക്കെതിരെ NDA തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സമിതി അംഗങ്ങളായ ശ്രീ S. രാജേന്ദ്രൻ MLA, ബിജു ജെ കൈമൾ, ശ്രീ KS അജിത്, BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശ്രീമാൻ BN സുരേഷ്, ശ്രീ ശശി സാരഥി, ശ്രീ സുരേഷ് കുമാർ, BJP മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് കുമാർ, ശ്രീ രമേശ് കുമാർ തുടങ്ങിയവരാണ്. MLA ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 50 വർഷത്തിൽ 45 വർഷക്കാലവും തൊടുപുഴ MLA ആയിരുന്ന PJ ജോസഫ് തൊടുപുഴയിൽ ആകെയുള്ള ഒരു റവന്യൂ ടവറിന്റെ പേരിൽ വികസന നായകൻ ചമഞ്ഞ് തൊടുപുഴയിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ 15 വർഷക്കാലമായി ആസ്തി വികസന ഫണ്ടല്ലാതെ തൊടുപുഴയിൽ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും MT രമേശ് കുറ്റപ്പെടുത്തി. തൊടുപുഴയിൽ കഴിഞ്ഞ കുറെ കാലമായി ശ്രീ PJ ജോസഫാണ് ജയിക്കുന്നത്. തൊടുപുഴ നമ്മുടെ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഇടുക്കി ജില്ലയുടെ കേന്ദ്രം എന്ന് നമുക്ക് മാത്രമല്ല, മധ്യ കേരളത്തിലെ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും സാംസ്കാരിക സവിശേഷതയിലും ഒക്കെ ഒരു പ്രതീകമായിട്ടുള്ള പ്രദേശമാണ് തൊടുപുഴ. ആ തൊടുപുഴയെ കഴിഞ്ഞ കുറെ കൊല്ലക്കാലമായി പ്രതിനിധീകരിക്കുന്ന വ്യക്തി എന്നുള്ള നിലക്ക് ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി ശ്രീ PJ ജോസഫ് എന്തു ചെയ്തു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉയരേണ്ടതാണ്. ഒരു വ്യക്തിയെയും ഒരു പാർട്ടിയെയും മാറി മാറി നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും വിജയിപ്പിച്ചിട്ടും ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രശ്നം നിയമസഭയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടോ? അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ നല്ല പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. പാട്ട് പാടാനല്ലല്ലോ നമ്മൾ ഒരാളെ MLA ആയി തിരഞ്ഞെടുക്കുന്നത്. ഈ നിയോജക മണ്ഡലത്തിന്റെ ഏതെങ്കിലും ഒരു ജനകീയ പ്രശ്നം കഴിഞ്ഞ ഇത്രയും കാലത്തിലേക്ക് കേരളത്തിലെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്ന് അവകാശപ്പെടാൻ PJ ജോസഫിന് സാധിക്കുമോ?
അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് സാധിക്കുമോ, അദ്ദേഹത്തിന്റെ മുന്നണിക്ക് സാധിക്കുമോ? പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും നാം അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പിൽ നാം ഒരു MLA ജയിപ്പിക്കുന്നത് 5 കൊല്ലക്കാലത്തേക്കാണ്. ആ 5 കൊല്ലക്കാലം ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ ജയിപ്പിക്കുന്നത്. ആ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറെ കാലമായി PJ ജോസഫിനെ നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും കേരളത്തിലെ പൊതുസമൂഹം അദ്ദേഹത്തെ കാണുന്നില്ല. തൊടുപുഴക്കാരി PJ ജോസഫിനെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പരിപാടിയിൽ NDA ഇടുക്കി നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി VN സുരേഷ് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് രമേശ് ബാബു സ്വാഗതം ആശംസിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ് PJ ജോസഫ് MLAക്കെതിരെ കുറ്റപത്രം അവതരിപ്പിച്ചു. BJP മേഖലാ പ്രസിഡന്റ് N ഹരി മുഖ്യ പ്രഭാഷണം നടത്തി. ബിനു ജെ കൈമൾ, KS അജി, ഗീതാകുമാരി, ശശി ചാലക്കൻ, PG രാജശേഖരൻ, പ്രസാദ് വണ്ണപ്പുറം, അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ, BDJS ജില്ലാ പ്രസിഡന്റ് റിജു എബ്രഹാം, കൺവീനർ 2020 B വിജയകുമാർ, സിനീഷ് വിജയൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. വണ്ണപ്പുറം മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പാടത്തിൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച ശാസ്ത്ര കലണ്ടറിന്റെ വിതരണോദ്ഘാടനം നടത്തി. SBI തൊടുപുഴ ബ്രാഞ്ച് മാനേജർമാരായ R അരവിന്ദ് കൃഷ്ണൻ, ആശ്വിൻ V ഗോപാൽ എന്നിവർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച ശാസ്ത്ര കലണ്ടറിന്റെ വിതരണം തൊടുപുഴ മുനിസിപ്പൽ UP സ്കൂളിൽ വെച്ച് നടന്ന യോഗത്തിൽ SBI തൊടുപുഴ ബ്രാഞ്ച് മാനേജർമാരായ അരവിന്ദ് കൃഷ്ണൻ R, ആശ്വിൻ V ഗോപാൽ എന്നിവർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മുനിസിപ്പൽ UP സ്കൂൾ, APJ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊടുപുഴ എന്നിവിടങ്ങളിലെ മുഴുവൻ കുട്ടികൾക്കും ശാസ്ത്ര കലണ്ടർ വിതരണം ചെയ്തു. കലണ്ടർ കുട്ടികൾക്കായി സ്പോൺസർ ചെയ്തത് FBI തൊടുപുഴ ബ്രാഞ്ചുകളാണ്. ശാസ്ത്ര കലണ്ടറിലെ QR കോഡ് ഉപയോഗിച്ച് ബഹിരാകാശ യാത്രാ ചരിത്രങ്ങൾ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ തുടങ്ങി ശാസ്ത്ര നേട്ടങ്ങൾ കൈവരിച്ച ദിനങ്ങൾ അറിയുവാനും കാണുവാനും കേൾക്കുവാനും കഴിയുന്നു എന്നുള്ളതാണ് ശാസ്ത്ര കലണ്ടറിന്റെ പ്രത്യേകത. പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം TN മണിലാൽ കലണ്ടർ പരിചയപ്പെടുത്തി. വളരെ പെട്ടെന്ന് തന്നെ പരിഷത്ത് എന്ന സംഘടന നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും പരിസ്ഥിതി മേഖലയിലും ഒക്കെ പരിഷത്ത് വളരെ കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ ഇന്നും തുടരുകയാണ്. കാരണം പരിഷത്തിന്റെ പ്രവർത്തനം ഇപ്പോഴും നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്? VV ഷാജി, രശ്മി ടീച്ചർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. മേഖലാ സെക്രട്ടറി ഷാജി PM അധ്യക്ഷത വഹിച്ച യോഗത്തിന് ഹെഡ് മിസ്ട്രസ് സ്വപ്ന MR സ്വാഗതവും PK രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ഏഴല്ലൂർ ഗ്രാമത്തിലെ കർഷകയ്ക്ക് കുമാരമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ആദരം. ഏഴല്ലൂർ പൊട്ടനാനിക്കൽ ജെസ്സി ജോൺസണെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ആദരിച്ചത്. ഭർത്താവായ ജോൺസനെ സഹായിക്കുന്നതിനും അപ്പുറം ഒരു മികച്ച കർഷകയാണ് ജെസ്സി എന്ന് വൈസ് പ്രസിഡന്റ് ശാലിനി എരപ്പനാൽ പറഞ്ഞു. കാർഷിക മേഖലയായ ഏഴല്ലൂരിലെ പ്രമുഖ കർഷകനാണ് ജോൺസൺ പൊട്ടനാനിക്കൽ. ജോൺസൺ ചേട്ടന്റെ താങ്ങും തണലുമാണ് ഭാര്യയായ ജെസ്സി ജോൺസൺ. വീട്ടിൽ വളർത്തുന്ന കോഴിയും താറാവും വാത്തയും പശുവും പറമ്പിലെ ചേനയും ചേമ്പും മറ്റു കൃഷികളും 100 മേനി നൽകാനുള്ള കാരണവും ജെസ്സി ചേച്ചിയാണ്. കഠിന പ്രയത്നമാണെങ്കിലും വളരെ ആസ്വദിച്ച് ജെസ്സി ചേച്ചി ചെയ്യുന്ന ജോലി അഭിനന്ദനാർഹമാണെന്ന് വൈസ് പ്രസിഡന്റ് ശാലിനി എരപ്പൽ പറയുന്നു. ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ജെസ്സി ചേച്ചി. ഈ നാടിൻ്റെ ഞാൻ കണ്ടതിൽ വെച്ച് ഒരുപാട്, ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജെസ്സി ചേച്ചി നമ്മുടെയൊക്കെ അഭിമാനമാണ്. ജെസ്സി ചേച്ചി ഞാൻ ഒരു 10-15 വർഷമായിട്ട് എനിക്കറിയാം. ഞാൻ എപ്പോൾ വന്നാലും ചേച്ചി എന്തെങ്കിലും ജോലിയിലോ ഒന്നുകിൽ പാടത്ത് അല്ലെങ്കിൽ ഇവിടെ കോഴിയായിട്ട് ബന്ധപ്പെട്ടുള്ള പണി, അല്ലെങ്കിൽ ഇവിടെ വരുമ്പം ഇപ്പോൾ ഒരു വീടുകളിലും കാണാത്ത പോലെയുള്ള താറാവ്, കോഴി, പാത്ത, പശു എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ചേച്ചിക്ക്. ചേച്ചിയുടെ ഒരൊറ്റ ആളുടെ കഠിന പ്രയത്നം കൊണ്ട് ജോൺസൺ ചേട്ടനും ചേച്ചിയും കൂടി ചേർന്നുള്ള ഒരു സംരംഭം ആണ്. ഇവിടെ ചേന കൃഷി ചെയ്യുന്നു. അതുപോലെ ഒരുപാട് കൃഷികൾ ഇവർക്കുണ്ട്. പയറ്, പടവലം ഒക്കെ ഇല്ലേ, പച്ചക്കറികൾ, ചക്ക, പൈനാപ്പിള് എന്ന് വേണ്ട എല്ലാ കൃഷികളും ഇവർക്കുണ്ട്.
രാവിലെ 7 മണി മുതൽ ആരംഭിക്കുന്ന കൃഷിപ്പണിയാണെങ്കിലും എല്ലാം ഒത്തൊരുമയോടുകൂടി ചെയ്യുന്നതിനാൽ മടുപ്പില്ലെന്ന് ജെസി ജോൺസൺ പറയുന്നു. ചേന, ചേമ്പ്, കാച്ചില്, വാഴ, കപ്പ എല്ലാ കൃഷികളും ഉണ്ട്. മൃഗങ്ങൾ, പശു, പന്നികൾ, കോഴി, താറാവ് എല്ലാം ഉണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഉള്ളതുകൊണ്ട് എല്ലാം നടന്നു പോകുന്നു. മികച്ച കർഷകയും അതോടൊപ്പം മികച്ച കുടുംബിനിയും കൂടിയാണ്. കാർഷിക ക്ഷീര മേഖലകൾക്കും ശുചിത്വത്തിനും മുൻതൂക്കം നൽകി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 35 കോടിയിലധികം രൂപ വരവ് പ്രതീക്ഷിക്കുന്ന വികസനോന്മുഖമായ ബജറ്റാണ് ഭരണസമിതി ജനങ്ങൾക്കായി സമർപ്പിച്ചത്. വികസന കുതിപ്പിന് കരുത്തേകുന്ന പ്രഖ്യാപനങ്ങളുമായി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് സെലിൻ വിൽസണാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാന പഞ്ചായത്തായ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടും സേവന പശ്ചാത്തല മേഖലകളിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾക്കായി തുക വകയിരുത്തിക്കൊണ്ടും ഉള്ള ബഡ്ജറ്റാണ് 2026-27 വർഷത്തിലേക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. പഞ്ചായത്തിന്റെ സാമ്പത്തിക ഘടനയെ താങ്ങി നിർത്തുന്ന കാർഷിക മേഖലയ്ക്കായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കുരുമുളക് കൃഷിക്കും കിഴങ്ങുവർഗത്തിനും ജൈവജീവാണുവളവും, വാഴവിത്ത് വിതരണം, പച്ചക്കറി കൃഷി പ്രോത്സാഹനം, ജലസേചനം, പമ്പ് സെറ്റ് വിതരണം എന്നിവയ്ക്കായി 50 ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായി 7 ലക്ഷം രൂപയും വകയിരുത്തിയിരിക്കുന്നു. മൃഗസംരക്ഷണം, ക്ഷീരവികസനം പ്രത്യേക പ്രാധാന്യമർഹിക്കുന്ന മേഖലകളായതിനാൽ കറവ പശു വിതരണം, ക്ഷീര കർഷകർക്ക് പാലിന് ഇൻസെന്റീവ്, തീറ്റപ്പൊൽ കൃഷി പ്രോത്സാഹനം, കാലിത്തീറ്റ സബ്സിഡി, വിരമരുന്നും ധാതുലവണവും, മരുന്ന് വാങ്ങൽ, അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ എന്നിവയ്ക്കായി 40 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. മൊത്തം 35,54,399 രൂപ വരവും 21,98,45,570 രൂപ ചെലവും 13,79,37,311 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക ക്ഷീര മേഖലകളുടെ പുരോഗതിക്ക് മാലിന്യമുക്തമായ പരിസരം ഉറപ്പാക്കുന്ന ശുചിത്വ പദ്ധതികൾക്കും ബജറ്റിൽ മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട്. സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭവന നിർമ്മാണം, പുതിയ തൊഴിൽ സംരംഭങ്ങൾ എന്നിവയ്ക്ക് ബജറ്റ് ഊന്നൽ നൽകുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം ആരോഗ്യ മേഖലയ്ക്കും അർഹമായ പരിഗണന ബജറ്റിലുണ്ട്. പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങളായ റിൻസി സിബി, പ്രഭ തങ്കച്ചൻ, സിബി തകരപ്പള്ളി, ടിൻഡു സുഭാഷ് എന്നിവരും മറ്റ് വാർഡംഗങ്ങളും നിർവഹണ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് സംസാരിച്ചു. സമസ്ത മേഖലകളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള സമഗ്രമായ വികസന രേഖയാണിതെന്ന് ബഡ്ജറ്റിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. സാധാരണക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ബജറ്റ് വാഴത്തോപ്പിന്റെ സമഗ്ര വികസനത്തിന് പുതിയ ദിശാബോധം നൽകുമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രതീക്ഷ. പോലീസ് കാവലിലാണ് ബജറ്റ് അവതരണം നടന്നത്. മുൻപത്തെ പഞ്ചായത്ത് യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുണ്ടായ തർക്കവും ഏറ്റുമുട്ടലും പരിഗണിച്ചാണ് യോഗത്തിനിടെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാർഷികം, ഉൽപാദനം, ആരോഗ്യം, വനിതാ ഘടക പദ്ധതികൾ, ഭവന നിർമ്മാണം എന്നീ മേഖലകൾ ഉൾപ്പെടെ സമഗ്ര വികസനത്തിന് പ്രത്യേക മുൻഗണന നൽകിക്കൊണ്ട് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ കരട് ബജറ്റ് അവതരിപ്പിച്ചു. 2025-30 ഭരണസമിതിയുടെ ആദ്യ ബജറ്റാണിത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ബജറ്റ് അവതരണം നടന്നത്. പ്രസിഡന്റ് നയപ്രഖ്യാപന പ്രസംഗം നടത്തി. തുടർന്ന് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റുമായ ശാലിനി അരപ്പനാൽ കരട് ബജറ്റ് അവതരിപ്പിച്ചു. കാർഷികം, ഉൽപാദനം, ആരോഗ്യം, വനിതാ ഘടക പദ്ധതികൾ, ഭവന നിർമ്മാണം എന്നീ മേഖലകൾ ഉൾപ്പെടെ സമഗ്ര വികസനത്തിന് പ്രത്യേക മുൻഗണന നൽകിക്കൊണ്ട് കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ 2026-2027 സാമ്പത്തിക വർഷത്തെ കരട് ബജറ്റ് അവതരിപ്പിച്ചു. 2025-2030 ഭരണസമിതിയുടെ ആദ്യ ബജറ്റാണിത്. പ്രാരംഭ ബാക്കി ഉൾപ്പെടെ 17,69,04,300 രൂപ വരവും 8,48,06,800 രൂപ ചിലവും 9,86,62,147 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ്. ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രവും സർവ്വതല സ്പർശിയുമായ വികസനം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പ്രഖ്യാപിച്ച പദ്ധതികൾ. പഞ്ചായത്ത് ഭരണസമിതി യോഗ ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോബി മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ബജറ്റ് അവതരണം നടന്നത്. ലഭിക്കുന്ന ഓരോ രൂപയും ജനങ്ങളുടെ ക്ഷേമത്തിനായി എത്രമാത്രം കാര്യക്ഷമമായി വിനിയോഗിക്കാം എന്നതാണ് ഈ ഭരണസമിതിയുടെ മുഖ്യ ലക്ഷ്യം. ജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി കാർഷികം, മൃഗസംരക്ഷണം, ആരോഗ്യം, ലൈംഗിക ഭവന പദ്ധതി തുടങ്ങിയ വിവിധ മേഖലകൾക്ക് ഈ ബഡ്ജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകുന്നു. പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തി
നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നു. ബഡ്ജറ്റ് കണക്കുകളിൽ ഒറ്റ നോട്ടത്തിൽ 2026-27 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ താഴെ പറയുന്നവയാണ്. പ്രസിഡന്റ് നയപ്രഖ്യാപന പ്രസംഗം നടത്തി. തുടർന്ന് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റുമായ ശാലിനി എരപ്പനാല് കരട് ബജറ്റ് അവതരിപ്പിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ഫസൽ സുലൈമാൻ, അബ്ദുൽ കരീം, EM, ജിഷ ഷൈസൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് KM, അക്കൗണ്ടന്റ് രാജി സാമുവൽ, നിർവഹണ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുട്ടം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ യൂണിയൻ ഇനാഗുറേഷൻ സെറിമണി ആരോഹ 2025-26 സംഘടിപ്പിച്ചു. ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീതമ്മ VG, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. മുട്ടം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ യൂണിയൻ ഇനാഗുറൽ സെറിമണി അരോഹ 2025-26 സംഘടിപ്പിച്ചു. ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ സംരക്ഷണമാണ്, വിദ്യാർത്ഥികളുടെ ഒരുമയാണ്, വിദ്യാർത്ഥികളുടെ ചേർത്ത് പിടിക്കുന്നതിലാണ് നമ്മുടെയൊക്കെ വിജയം ഇരിക്കുന്നത്. ഇപ്പം രാഷ്ട്രീയ രംഗത്താണെങ്കിൽ ജനവിശ്വാസം, കോളേജിലാണെങ്കിൽ വിദ്യാർത്ഥികളുടെ വിശ്വാസം. കാരണം വിശ്വാസം നമ്മൾ ഒരിക്കൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടുക എളുപ്പമല്ല. ഏറ്റവും കൂടുതൽ നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യൂണിയൻ ഭാരവാഹികൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ. ഞാൻ കോളേജിലായിരുന്നപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം, ഒരു കോളേജിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ വിദ്യാർത്ഥികളാണ്. കാരണം അവർ ഒരു തലമുറ മാറി അടുത്ത തലമുറ വരും, പക്ഷെ മാറിക്കൊണ്ടിരിക്കുന്നെങ്കിലും അവരുടെ ഇൻട്രസ്റ്റ്, വിദ്യാർത്ഥികളില്ലെങ്കിൽ കോളേജില്ല, ഇന്ന് ജനങ്ങളില്ലെങ്കിൽ നമ്മുടെ നാടില്ല. ജനങ്ങളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുവാൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കണം എന്ന പോലെ തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഇൻട്രസ്റ്റ്. ഇന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പഠനവും അതുപോലെ തന്നെ ഇതേപോലത്തെ എക്സ്ട്രാ കരിക്കുലം ചേർന്ന് പോകണം. കോളേജ് വൈസ് ചെയർപേഴ്സൺ അനുശ്രീ രമേശ് സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ ചെയർപേഴ്സൺ ഷഹൽ ആർഷക് M അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഗീതാമ്മ VG ആശംസ അർപ്പിച്ചു. ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടന പ്രസംഗം നടത്തി. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, PTA ജോയിന്റ് സെക്രട്ടറി PK വ്യാസൻ, ദീപു S എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മാഗസിൻ എഡിറ്റർ ഒയാസിസ് ജോയ് നന്ദി പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും ഡെർബി മൂവി ടീം ഇന്ററാക്ഷനും നടത്തപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മുട്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യമേഖലയുടെ വികസനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പാക്കിയെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാന സർക്കാർ കിഫ്ബി മുഖേന നിർമ്മിക്കുന്ന മൂന്നാർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇടത് സർക്കാർ ജില്ലയിൽ വനവിസ്തൃതി വർദ്ധിപ്പിച്ചത് മൂലം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതായി DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. ട്രഷറി സംവിധാനം ആധുനികവൽക്കരണത്തിന്റെ പാതയിലെന്ന് മന്ത്രി KN ബാലഗോപാൽ. വയനാവിൽ ഇടുക്കി ജില്ലാ ട്രഷറി പ്രവർത്തനോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡോക്ടർമാരുടെ എണ്ണക്കുറവ് പരിഹരിക്കാതെ ഡ്യൂട്ടി സമയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിനെതിരെ ഇടുക്കിയിലെ എല്ലാ ജില്ലാ താലൂക്ക് ആശുപത്രികളിലും പ്രതിഷേധ യോഗം നടത്തി. തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിൽ നടന്ന യോഗം KGMOA മിഡ്സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അൻസൽ നബി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ കോഴിയെയും പിടിച്ച് തൊടുപുഴയിൽ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.